അപ്പൊ MLA കാണണം. എന്തിനു കാര്യം? അത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി എന്നെ കാണണോ? ഇന്ന് തന്നെ കണ്ടിട്ട് കുഴപ്പമോ? അതെന്തിനാ കുഴപ്പം പിടിച്ച വല്ല കേസുകളും തന്നെ അപ്പി എന്നാ വരി. മാത്യു സാറേ, കൗൺസിലർ നൂറുദ്ദീനാണേ. MLA ഉണ്ടോ? നിങ്ങൾ ഏതായാലും നാളെ അവിടെ വരെ ചെല്ല്. ശരി സർ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്യുസിനെ വിളിച്ചാൽ മതി. പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ മാന്യമായൊരു വിഹിതം ഇങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതറിയാം സർ. ശരി, എന്നാ അങ്ങനെ ആകട്ടെ. ഇരിക്കൂ. എന്തായാലും ഒരു ദിനം മേടിക്കാതെ കാര്യം പറയും. ഞാൻ ദാസപ്പൻ. കഴിഞ്ഞ തവണ ഞാൻ സാറിനാണ് വോട്ട് ചെയ്തത്. ഇവനും ഇവൻ്റെ കന്നി വോട്ടായിരുന്നു. എൻ്റെ മകന സനലി. സാറേ, ഒരു പ്രശ്നമുണ്ട്. സാറിന് സഹായിക്കണം. കാര്യം പറയൂ. ഈ മുഖ്യമന്ത്രിക്കെതിരെ കമ്പ്യൂട്ടറിൽ പോസ്റ്റ് ഇട്ട ആളെ പിടിച്ചാൽ സാറേ. അതൊക്കെ പോലീസ് പിടിച്ചോളും. ഈ പിടിച്ചാൽ എന്തായിരിക്കും ശിക്ഷ? എന്താ ശിക്ഷ? എന്നാ ജന്മത്യാൻ എഴുതി അടക്കൂല. എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ വന്ന കാര്യം പറയൂ. ഇവനാണ് അതെഴുതിയത്. മാത്യു, ഒരു മിനിറ്റ് ഒന്ന് പുറത്തു നിന്നേ. താൻ എന്താണ് എന്നെ കൊലക്കി കൊടുക്കാൻ വന്നാണോ? ഞാൻ അറിഞ്ഞില്ല സാറേ. ഇങ്ങനൊരു ഏടാകൂടായിട്ടാണ് ഇയാൾ വന്നതെന്ന് അമ്മച്ചാണെന്ന് അറിഞ്ഞില്ല. തന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു കാര്യത്തിന്. സാറിന് ഇക്കാര്യത്തിൽ ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ചെയ്യേണ്ടത് നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അയ്യോ സാറേ, ചതിക്കരുത്. ഒരു കാര്യം ചെയ്യും, ഒരു നിവേദനം എഴുതി തന്നിട്ട് പോയിക്കോ. നിവേദനം ഈ കാര്യത്തിനാ? എടോ, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. നാളെ ചോദ്യം വന്നാ ഞാൻ എന്ത് പറയും? തന്നെ വല്ല വഴിയുടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതിട്ട് പോയിക്കോ. അത് ഞങ്ങൾക്ക് വഴിയുടെയും വെള്ളത്തിന്റെ പ്രശ്നമില്ല സാറേ. എന്റെ നൂറുദിനെ ഞാൻ ഡീൽ ചെയ്തോളാം സാർ. സാർ പോയട്ടെ. പിന്നെ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. പ്രശ്നമാണ് ആ അവസാനത്തെ വരി സൂക്ഷിച്ചോ എന്നൊക്കെയുള്ളൊരു പ്രയോഗം. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ എഴുതാം. മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ട്, അല്ലെങ്കിൽ അപകടമുണ്ടാക്കും എന്നൊക്കെയല്ല എൻ്റെ അർത്ഥം. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എഴുതിയത്. You will be charged with the abatement of criminal offences that may be done by any other persons influenced by the post. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സാറിന് മനസ്സിലായോ? അന്വേഷണം സ്ട്രോങ്ങാ. അവന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം സാറേ? ഒരു വഴിയുള്ളൂ. ഒരു മൈസൂര് ടിക്കറ്റ്. അതെ, ബസ്സിന് ആരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഫോൺ ഓഫ് ചെയ്തല്ലേ. നീ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ കൂടെ 5-6 വർഷം ഉണ്ടായിരുന്നാണ് സജി. അതെല്ലാം നോക്കിയോളൂ. ഇത് വണ്ടി സ്റ്റാർട്ടായി. അച്ഛൻ പൊക്കോ.
കേട്ടിട്ടില്ല. പ്രശ്നമോ അന്വേഷണം സ്ട്രോങ് അവന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഞാനെന്താണ് എന്നെ പിടിച്ചാലേ അയാളെ വെറുതെ ഹലോ, മുഖ്യമന്ത്രിയാണ്. ആര്? മുഖ്യമന്ത്രി ഞാൻ നോക്കിക്കോളാം സാർ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു സാർ. ഓക്കെ. ഞാൻ ചെയ്തോളാം സാർ. ഓക്കെ ശരി. ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട. DGPയുടെ ഓർഡറാണ്. നാളെ രാവിലെ 7 മണിക്ക് മുഖ്യമന്ത്രി നേരിൽ പോയി കാണണം. നീയും നിന്റെ അപ്പനും. മനസ്സിലായോ? സാർ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ, പക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ പ്ലീസ്. അതൊക്കെ ഓരോന്ന് എഴുതി വിടുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇത് CMന്റെ ഡയറക്റ്റ് ഓർഡറാണ്. കിട്ടാനുള്ളത് നേരിട്ട് അങ്ങ് വാങ്ങിക്കോ. ടേക്ക് ഇറ്റ്. നടക്കടാ.